നമ്മളെ മക്കളെ റസൂലുള്ളാഹിയുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. നമ്മളെ ഭാര്യയെ ബന്ധപ്പെടുത്തണം. ഓൾ സ്വലാത്തിലിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്നും മദീനയിലേക്ക് എന്നും മുത്തുനബിൻ്റെ ഹദറത്തിലേക്ക് സ്വലാത്തെത്തട്ടെ, ബെയ്ത്തുകളെത്തട്ടെ, മൗലിദുകളെത്തട്ടെ. ഈ ഒരു സ്വഭാവം നമുക്ക് വേണം. നമ്മളെ വീട്ടിൽ റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളതൊന്നും നമ്മളെ വീട്ടിലുണ്ടാകരുത്. അശ്ലീല സാഹിത്യങ്ങളൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. അശ്ലീല ഫിലിമുകളൊന്നും ഉണ്ടാകരുത്. അങ്ങനത്തെ സീഡികളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ വീടിന് അകന്നാൽ നഷ്ടമാണ്. തങ്ങൾക്ക് ഒരു വീട് വെറുത്താൽ നഷ്ടമാണ്. അവിടെ കിടന്ന് നമ്മൾ മരിക്കുമ്പോൾ പിശാചായിരിക്കും പിന്നെ നമ്മളെ കൈകാര്യം ചെയ്യാനുണ്ടാവുക എന്ന് ഇമാം യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നത് കാണും. അപ്പോൾ തങ്ങൾ അകന്നാൽ വല്ലാത്ത അകൽച്ചയാണ്. ഇത് നമ്മൾ മറക്കരുത്. തങ്ങൾ ബന്ധപ്പെടണം നമ്മളെ വീടേറ്റ്. അഷേഖ് ഇബ്രാഹിം അത്വ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇമാം നബഹാനിയുടെ ജാമി കറാമാത്തിൻ്റെ ഒരു മുഖവുര എഴുതിയിട്ടുണ്ട്. ആ കിതാബ് നമ്മളെ പള്ളിയിലുണ്ട്. ആ മുഖവരയിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ പരിചയക്കാരനായ മദീനക്കാരനായ മറ്റൊരു പണ്ഡിതൻ്റെ കഥ. അയാളൊരു ദുക്തൂറാണ്. അയാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇടയ്ക്കിടെ കാണുമായിരുന്നു. വലിയ സന്തോഷമല്ലേ നബിയെ കാണുക എന്നുള്ളത്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് നബിയെ കാണൽ. ആ കാഴ്ച കൊണ്ട് ആൾ ഉയർന്ന സ്ഥാനത്തൊന്നും വലിയ മർത്തബുള്ള ആളൊന്നും ആവില്ല. കാണാത്തവൻ ഒരു പക്ഷെ വലിയ ആളായിരിക്കും, കണ്ടവൻ താഴ്ന്ന ആളുമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. തെറ്റ് ചെയ്യുന്നവർ നബിയെ കാണുമോ എന്നൊരു ചോദ്യം ഇമാം നബി തങ്ങളോട് അവിടുത്തെ ഫതാവയിൽ ചോദിക്കുന്നു. അവിടുന്ന് പറയുന്നു, തെറ്റ് ചെയ്യുന്നവർക്കും നബിയെ കാണാം. അപ്പോൾ ഇബ്രാഹിം അത്തുവ പറയാണ്, ഈ ദുക്തൂർ തങ്ങളെ ഇടക്കിടക്ക് കാണും, മദീനയിലാണ്. പിന്നെ ആ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു, വല്ലാതെ വേദനിച്ചു. 2 മാസം ശേഷം പിന്നെയും നബി തങ്ങളെ മറ്റേതോ ഏരിയയിൽ നിന്ന് കണ്ടു. ഇയാളെ വീട്ടിൽ നിന്നല്ല. നബിയെ, ഞാൻ മാതാ അതിനെപ്പറ്റി യാ റസൂലല്ലാഹ്, എൻ്റെ കുറ്റെന്താണ്? തങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എൻ്റെ പെരേക്ക് ഞാൻ എങ്ങനെ വരിക? നിൻ്റെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് വരിക? എൻ്റെ വീട്ടിൽ എൻ്റെ സ്നേഹിയായ യൂസുഫ് നബഹാനിയുടെ എതിരിലുള്ള പുസ്തകം വാങ്ങി നീ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, ഞാൻ എൻ്റെ പെരേക്ക് വരൂല. സഹോദരങ്ങളെ, ഇത് വലിയൊരു ദുഃഖമാണ് ഈ പറഞ്ഞത്. തങ്ങൾക്ക് വെറുപ്പുള്ള പുസ്തകങ്ങൾ വീട്ടിലുണ്ടായാൽ, തങ്ങളെതിരുള്ള പുസ്തകമല്ല, തങ്ങളെ സ്നേഹിച്ച വലിയൊരു ആശിക്കുണ്ടായിരുന്നു യൂസുഫ് നബഹാനി. അദ്ദേഹം തവസ്സുൽ ഇസ്തിഗാഥയും മുത്തുനബിൻ്റെ മദ്ഹുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൻ്റെ എതിരിൽ മദീനക്കാരനായൊരു പണ്ഡിതൻ ഗണ്ണിച്ചുകൊണ്ട് ഒരു വഹാബി പണ്ഡിതൻ്റെ പുസ്തകം എഴുതി. ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി മാത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് മുതൽക്കാണ് ഈ കാഴ്ച നഷ്ടപ്പെട്ടത്. ഇദ്ദേഹം പറയുന്നു, ഞാൻ ഉണർന്നു, ഫഅഖദ്തുഹു വഅഹറഖ്തുഹു, ആ പുസ്തകം എടുത്ത് ഞാൻ കരിച്ചു കളഞ്ഞു. പിന്നെ എനിക്ക് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ നിന്ന് സാധാ കാണാൻ പറ്റി. നമ്മുടെ വീട്ടിലുള്ള പുസ്തകങ്ങൾ ഏതെന്ന് നമ്മൾ നോക്കണം. സീഡികളൊക്കെ, മൊബൈലിൻ്റെ ഉള്ളിലൊക്കെ അന്യ സ്ത്രീകളുടെ ചിത്രങ്ങൾ, നമുക്ക് കാണാനും ബന്ധപ്പെടാനും പാടില്ലാത്ത സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉണ്ടോ? എനിക്ക് അള്ളാഹിൻ്റെ റസൂലായിട്ട് ഒരു ബന്ധം കിട്ടൂല, വെറുതെയാണ്. ആ ചിത്രം അവിടെ വെച്ചിരിക്കേ പിന്നെ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആ ചിത്രം ഒഴിവാക്കുക. ഹലാലല്ലാത്തൊരു നമ്പർ, ഒരു അന്യ പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു നമ്പർ, ആ നമ്പർ എൻ്റെ കയ്യിലുണ്ടോ? അള്ളാഹിൻ്റെ റസൂൽ എന്നെ തൊട്ടകലും, ജഫ ആണത്, അത് ഒഴിവാക്കുക. ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കരുതി കൂട്ടിയാണെങ്കിൽ അതൊരു ഹറാമും ആണ്. പക്ഷെ അതോടുകൂടെ അത് കഴിഞ്ഞു, പിന്നെ അതവിടെ ഇല്ല. പക്ഷെ അവിടെ ചിത്രം എടുത്ത് വെച്ചാൽ എപ്പോഴും ആ ഹറാമിലാണ്. അവിടെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ഹറാമിലാണ്. ചെറുപ്പക്കാരെ, മരിക്കണ്ടേ? അള്ളാഹുവിൻ്റെ റസൂൽ അകന്നു പോയാൽ ആരാ നമ്മുടെ കയ്യിൽ നമുക്കുണ്ടാകാൻ രക്ഷപ്പെടാൻ? ഈ ഒരു മനസ്സൊക്കെ നമുക്ക് വേണം.